ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച് അനുകൂല സാഹചര്യം ഉണ്ടാക്കി നിൽക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. ഇതോടെ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വം പ്രതിസ്ഥാനത്തായി. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഇത്തവണ ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശാൻ കൊടുത്തതോടെ ഇപ്പോഴത്തെ ഭരണസമിതിയും പഴികേട്ടു. ഈ അവസരത്തിലാണ് PS പ്രശാന്ത് പ്രസിഡന്റായ ദേവസ്വം ബോർഡിന്റെ കാലാവധി തീരുന്നത്. മണ്ഡലകാലം തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ഒരംഗം A അജികുമാറിന്റെയും കാലാവധി കഴിയും. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ശബരിമലയിലെ മണ്ഡലകാലം പിഴവില്ലാതെ നടത്താൻ പരിചിതരായ നിലവിലെ ഭരണസമിതി തുടരുന്നതിനെക്കുറിച്ചുള്ള ആലോചന സർക്കാർ നടത്തുന്നുണ്ട്. ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം 1 വർഷം മുൻപ് ഒരു നിർദ്ദേശം സർക്കാരിന് നൽകിയിരുന്നു. ദേവസ്വം ബോർഡിന്റെ കാലാവധി മണ്ഡലകാലത്തെ ബാധിക്കാത്ത വിധം ജൂണിൽ തുടങ്ങി ജൂണിൽ അവസാനിക്കും വിധം നിയമം മാറ്റണമെന്ന നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം ഇപ്പോൾ പരിഗണനയിലുണ്ടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി PN വാസവൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമേ കാലാവധി നീട്ടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഗൗരവതരമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവുക. കാരണം നയപരമായ വിഷയമാണ്. ഇടതുമുന്നണി യോഗം തീരുമാനിക്കണം. കാലാവധി നീട്ടാൻ നിയമ ഭേദഗതി നടത്തുന്നതിന് ഓർഡിനൻസ് വേണം. ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന് ഇത് ബില്ലായി കൊണ്ടുവരാമായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല. ഇനി നവംബർ 1 പ്രത്യേക സഭാ സമ്മേളനവും ചേരുന്നുണ്ട്. അതിനാൽ ബോർഡിന്റെ കാലാവധി നീട്ടാനാണ് തീരുമാനമെങ്കിൽ നവംബർ 1 ശേഷമേ മന്ത്രിസഭയിൽ ഓർഡിനൻസ് കൊണ്ടുവരൂ. പക്ഷേ ഓർഡിനൻസ് നിയമമാക്കാൻ ഗവർണർ ഒപ്പിടണം. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണ കാലാവധി നീട്ടുന്നതിന് ഗവർണർ യോജിക്കില്ല. മാത്രമല്ല BJP സംഘം ഗവർണറെ കണ്ട് ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ ഒപ്പിടരുതെന്നും ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആകട്ടെ പാർട്ടി വിട്ട് CPM-ൽ ചേക്കേറിയ PS പ്രശാന്തിന് അനധികൃത സ്വത്ത് സമ്പാദ്യമുണ്ടെന്ന പരാതി വിജിലൻസിന് മുൻപാകെ എത്തിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ സർക്കാർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുമോ അതോ ശബരിമല സ്വർണ്ണക്കടത്തിന്റെ കളങ്കം മാറ്റാനായി പുതിയ നേതൃത്വത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണം ഏൽപ്പിക്കുമോ? അണിയറയിൽ ചർച്ചകൾ സജീവമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.